എല്ലാവരും മുന്നോട്ട് കയറുകയും നമ്മുടെ ഇടവകയിൽ കുളക്കുറ്റി പ്രദേശത്തും ഈ അടുത്ത പ്രദേശത്തെല്ലാവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ആളാണ്. തമ്മിൽ നിന്ന് ഇന്ന് വേർപിരിഞ്ഞ് സ്വർഗപിതാവിൻ്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്ന പ്രിയപ്പെട്ട ബേബിച്ചേട്ടൻ. കുളക്കുറ്റി ഇടവകയിലെ ഇപ്പോഴത്തെ പാരിഷ് കൗൺസിൽ അംഗമാണ്. അദ്ദേഹം വളരെ തീഷ്ണതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. വീട്ടിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തമ്പുരാൻ ബേബിച്ചേട്ടനെ ഒത്തിരി സ്നേഹിക്കുന്നു. നല്ല ഒരു ഭരണം ബേബിച്ചേട്ടന് തമ്പുരാൻ നൽകിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ ജീവിച്ച സമയം വരെ ബേബിച്ചേട്ടൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി, കുടുംബത്തിനും ഇടവകയ്ക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടിയും കൂടി ഉള്ള ജീവിതമായിരുന്നു. ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടം വളരെ ഒരുക്കത്തോടു കൂടി ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ ഉപസാരിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഒക്കെയുള്ള അവസരം ബേബിച്ചേട്ടന് ലഭിക്കുകയുണ്ടായി. അപ്രകാരം തൻ്റെ ആത്മീയ ജീവിതത്തെ കൂടുതലായിട്ട് ദൈവവുമായിട്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ബേബിച്ചേട്ടൻ ജീവിച്ചു പോകുന്നത്. നമ്മളെല്ലാവരും ബേബിച്ചേട്ടൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ നമുക്കെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്നാണ് ബേബിച്ചേട്ടൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രകാരം ഒന്നിലും നമുക്കറിയാം. ദൈവം നിശ്ചയിച്ച സമയത്ത് ബേബിച്ചേട്ടനെ ദൈവം വിളിച്ചു. ഞാൻ ഈ അവസരത്തിൽ കുളക്കുറ്റി ഇടവകയിലെ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനയും അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ്. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുളക്കുറ്റി ഇടവകയുടെ മുൻ വികാരിയച്ഛനായിരുന്ന പ്രിയപ്പെട്ട മാർട്ടിൻ പറമ്പടിയാച്ചൻ നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ബേബിച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അച്ഛന്മാർക്കെല്ലാം എല്ലാവരും പറയുന്ന കാര്യമാണ്, അച്ഛന്മാരോട് വളരെ സ്നേഹമുള്ള ബേബിച്ചേട്ടൻ. ഞാൻ ഈ നിമിഷം വരെ ബേബിച്ചേട്ടൻ വളരെ സ്നേഹവും താല്പര്യവും ഒക്കെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മാർട്ടിൻ പറമ്പടിയാച്ചൻ ചരമ സന്ദേശം നൽകുന്നതാണ്. നമുക്ക് ശ്രമിക്കാം. വിസ്മയം പറയാനില്ല. ചരമസന്ദേശം വികാരിച്ചൻ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒറ്റവാക്കാത്ത അനുശ്വാസം അറിയിക്കാൻ മാത്രമാണ് ഞാൻ നിർത്തുന്നത്. ഈ കുളക്കുറ്റി ഇടവകയുടെ ഒരു അവിഭാജ്യ ഭാഗമായിരുന്നു ചേർന്നെന്ന് എന്നെക്കാളധികമായി നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ ബേബിച്ചേട്ടനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ കടന്നു വന്നൊരു ബുദ്ധ സന്യാസിയെ കുറിച്ചാണ്. അധികമൊന്നും സംസാരിക്കാതെ വളരെ ശാന്തമായി കടന്നു വരികയും ഒരു ചെറു പുഞ്ചിരിയോടെ വളരെ ലാളിത്യത്തോടുകൂടി എല്ലാ ജീവിതാനുഭവങ്ങളെയും സ്വീകരിക്കുന്ന ഒരു ബുദ്ധ സന്യാസിയുടെ ഓർമ്മ ബേബിച്ചേട്ടനിൽ ഉണർത്തുകയുണ്ടായി. തീർച്ചയായും നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ബഹുമാനത്തോടെ വിചാരിച്ചിട്ട് അതുപോലെ വർഷങ്ങളായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ബേബിച്ചേട്ടൻ. നമുക്കറിയാം, വളരെ ശാന്തമായി നടക്കുകയും എല്ലാവരോടും സന്തോഷത്തോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന ബേബിച്ചേട്ടൻ തീർച്ചയായിട്ടും ഈ കുളക്കുറ്റിയുടെ ഒരു നഷ്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇടവകയിൽ എന്ത് പരിപാടികളുണ്ടെങ്കിലും ബേബിച്ചേട്ടൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഭക്ഷണമൊക്കെ കുറിച്ചിരുന്ന നേർച്ച ഉണ്ടാക്കുമ്പോഴാകട്ടെ ചടങ്ങുകൾക്ക് വരുന്നവർക്ക് ചായ വെച്ച് കൊടുക്കുന്ന കാര്യത്തിലാകട്ടെ വളരെ സ്വാർത്ഥമായി മടിയില്ലാതെ മുമ്പോട്ട് വരികയും നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്ത വളരെ സാധാരണക്കാരനായ എന്നാൽ നമ്മളെല്ലാവർക്കും വളരെ സ്നേഹമുള്ള തീർച്ചയായിട്ടും ദൈവം
ബേബിച്ചേട്ടൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ ഇടം നൽകുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. പ്രിയപ്പെട്ട ചേച്ചിയോടും ജിൻസിനോടും ജിൻസിയോടും മറ്റ് പ്രിയപ്പെട്ടവരോടും ഒക്കെ നമ്മുടെ കൂട്ടായ്മയുടെ ആശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ബേബിച്ചേട്ടൻ ഇവിടെ അവശേഷിപ്പിച്ചു പോകുന്ന നല്ല ഓർമ്മകൾ, ഇടവകയെ സംബന്ധിച്ച് അവശേഷിപ്പിച്ചു പോകുന്ന നല്ല ഓർമ്മകൾ പ്രാർത്ഥനകളായി മാറ്റാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ ശബ്ദം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോദരാമഖിലർക്കും ജീവനും അതുപോ ശരണവും അരുളിയിടാം. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. പ്രതിയാൽ തന്നെ അങ്ങയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമം എന്ന് ധന്യമാകുന്നു. പ്രതിയെ പുറത്തോ നാഥനേൽക്കുന്നു. ദുഷ്ടനുമിടയിൽ ചിത്തനുമൊരുപോലെ. ഞാൻ ദൈവത്തിനാദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്ക് നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. നീതിമാന്മാർ അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥനെ എഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവറിടമൊഴിച്ചിട്ടും അതിലുള്ളവരോ നാഥന പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത്. അഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനും വീറും സുതനും റൂഹായും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. അതിമുതലും നീക്കും ഈശോനാഥ. മരണവും ഉയിരും നിൻ കൈകളിലല്ലോ. നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടെ ഇയാളെ തൻ്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മനുഷ്യരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. കർത്താവേ, ഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഉദ്ധാനത്താൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഓർത്തുമണിയിക്കും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂതാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവനം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, മൃതശരീരം സെമിത്തേരിയിലേക്ക്
മരണശേഷം ഉയർപ്പിച്ച് അക്ഷരാക്കുകയും ചെയ്തയും വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആകാശത്തിൻ സീമകളെല്ലാം ഹരിതമാക്കും. പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വപാകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ നിരുജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രനെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ പരിമളധൂപമോടെ മനുഷ്യ, നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുളി ചെയ്ത കർത്താവായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തുഭാഗത്തെത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിന് നിന്നെ സഹായിക്കട്ടെ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരത്തുവരം ഭാഗേ. സ്ത്രീകൾ വരണ്ടോ പോലെ കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ, മൃതനായുസ്സും മാമോദീസ വഴിയങ്ങേ അവന്റെ
സന്തോഷത്തോടെ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നോട് നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ബാബാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുവാമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ പുത്രാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്നും ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരോടുകൂടി സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന്റെ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസമേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനോപദേശം മരണമടഞ്ഞവരെ മഹിമയോട് ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഒപ്പം മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലെത്തിക്കാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗതിക ശരീരത്തെ അംഗത്തെ അനുഗമിക്കുകയും
ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഞങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഒരു സൈഡിൽ കൂടെ കേട്ടോ, ചുണ്ടിക്കാണ് അപ്പുറത്ത് അങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ സൈഡിൽ കൂടെ. ബാക്കി എല്ലാവരും വന്നേ. ചേച്ചി അവിടെ നിൽക്കും. ബാക്കി എല്ലാവരും 3 പേരും കഴിച്ചിട്ട് മാർക്കും കുറച്ചാൽ മുകളിലോട്ട് കയറി വാ.
എന്റെ പപ്പ പോ എന്റെ പപ്പ അധികം സഹിക്കാൻ പറ്റുന്നില്ല പപ്പ പോലെ എന്നെ വിട്ടിട്ട് പോ കരയുന്നില്ലോട്ടോ പോകാൻ കാട്ടുന്നാണ് പോണ്ട നീ എല്ലാവരും ആയില്ല ജനിച്ചു പിടിച്ചു നിങ്ങളെല്ലാം കഴിഞ്ഞല്ലേ ഒരാളൊന്ന് കുത്തിക്കൊടുത്ത അങ്ങനെ കഴുകി നോക്കിടാം നെയ്യൊന്ന് വരട്ടെ തള്ളി കൊടുക്കാൻ അത് ഇതല്ല അതൊന്ന് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട പ്രിൻസ് കട്ടാം മുമ്പ് അവിടെ നിന്ന് വന്നിട്ട്